ഹലോ അസ്സാം വലൈക്കും. നമുക്ക് കോഴിക്കോടൻ സ്റ്റൈലിൽ ഒരു ഇറച്ചിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനായി മാത്ത് ആൻഡ് മസാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയ 2 ഉള്ളി, ഹാഫ് ക്യാപ്സിക്കം, 2 ഇല്ലി വേപ്പില, ഒരു പൊടി മല്ലിച്ചപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇവ നന്നായി ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് വേവിച്ചതാണ്. അതിനുശേഷം ഇത് നമുക്ക് നല്ല പോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് ആ പാനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വേപ്പിലയിട്ട് നല്ലപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലയായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗരം മസാലയും മുളക് പൊടി മാത്രമാണ്. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് ഫൈനലി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള പത്തിരി ഉണ്ടാക്കാനാണ്. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു ബോൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്ത് ബൗളുകളാക്കി മാറ്റിയെടുക്കാം. ബൗളുകളാക്കി മാറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ എണ്ണ തടവുന്നുണ്ട്. ബൗളുകളാക്കി മാറ്റിയെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പത്തിരി പ്രസ്സിൽ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഫില്ലിങ് അതിൽ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പത്തിരിയുടെ സൈഡുകളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവ എടുത്ത് അതിലോട്ട് എണ്ണ ഒഴിച്ച് ആ എണ്ണയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉണ്ടാക്കി വെച്ച ഓരോ പത്തിരിയും നമുക്കൊന്ന് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം പൊരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓരോ പത്തിരിയും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് മുട്ടയുടെ ഒരു മിക്സറാണ്. ഈ ഒരു മുട്ടയുടെ മിക്സറിൽ മുക്കിയിട്ട് വേണം ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയുടെ മിക്സറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാരയും മുട്ടയും ആഡ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു സാധാ പാനിലിട്ടൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ